പ്രിയ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് മുജിത്തബയിലൂടെ നാം പരിചയപ്പെടുന്നത് ഇസ്ലാമിൻ്റെ പ്രഥമ രക്തസാക്ഷിയായ സുമയ്യ ബിന്ത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹായെയാണ്. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം ഇസ്ലാമിനെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. ഇതിനു വലിയ ധൈര്യവും മനക്കരുത്തും ആവശ്യമായിരുന്നു. പല പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും സ്വഹാബികളും സ്വഹാബിയത്തുകളും അത്യന്തം ധീരതയോടെ ഇസ്ലാമിനെ പ്രകടിപ്പിച്ചു. പല ഘട്ടങ്ങളിലും സ്വഹാബി വനിതകൾ മുന്നേറുകയും ചെയ്തു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇസ്ലാമിനു വേണ്ടി എണ്ണമറ്റ ത്യാഗങ്ങളും മർദ്ദനങ്ങളും സഹിച്ച് മുസ്ലിം മഹിളാ ലോകത്തിന് ത്യാഗത്തിൻ്റെ അനശ്വര മാതൃക കാണിച്ചു കൊടുത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച മഹിളാരത്നം. അതാണ് സുമയ്യ ബിന്ത് ഖയ്യാത്ത് റളിയല്ലാഹു അൻഹ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം ചെയ്ത ഇസ്ലാമിൻ്റെ പ്രഥമ രക്തസാക്ഷി. അമ്മാർ ബിൻ യാസിർ എന്ന ത്യാഗിയും ധീരനുമായ പുത്രനെ ഇസ്ലാമിക ലോകത്തിന് സമർപ്പിച്ച ധീരയായ മാതാവ്. അതാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. സുമയ്യ റളിയല്ലാഹു അൻഹ പിറന്നു വീണത് തന്നെ അടിമയായിട്ടാണ്. അവർക്ക് അത് അനന്തരമായി ലഭിച്ചതാണ്. സുമയ്യ റളിയല്ലാഹു അൻഹ അറേബ്യയിലെ അനേകം അടിമ സ്ത്രീകളിൽ ഒരുവളായിരുന്നു. അടിമ സ്ത്രീ എന്നും ജോലി ചെയ്യാൻ വേണ്ടി പിറന്നവളാണ്. സമ്പാദ്യമായ ദുഃഖസ്മരണകളും ദുരന്താനുഭവങ്ങളും മാത്രമുള്ളവൾ. എന്നാൽ സുമയ്യ റളിയല്ലാഹു അൻഹ ഭാഗ്യവതിയായിരുന്നു. കാരണം അവരുടെ യജമാനൻ മഖ്സൂം ഗോത്രക്കാരനായ അബൂ ഹുദൈഫത്ത് ബിനുൽ മുഗീറക്ക് അവരോട് വലിയ സ്നേഹമായിരുന്നു. അവരുടെ സ്വഭാവ വിശുദ്ധിയായിരിക്കാം അതിന് കാരണം. മഖ്സൂം ഗോത്രത്തിലെ ആ യജമാനൻ വളരെ മാന്യമായാണ് അവരോട് പെരുമാറിയത്. എല്ലാം കൊണ്ടും അനുയോജ്യനായ ഒരു പുരുഷനെ അവർക്ക് ഭർത്താവായി നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തു. യമൻകാരനായ യാസിറുൽ അബ്സി. സ്നേഹനിബിഡമായിരുന്നു അവരുടെ ദാമ്പത്യം. വിവേകത്തിലുള്ള സാമ്യമായിരുന്നു ആ ദാമ്പത്യത്തിൻ്റെ വിജയരഹസ്യം. അധികം വൈകാതെ ആ ദമ്പതികൾക്ക് ഒരാൺകുഞ്ഞു പിറന്നു, അമ്മാർ. ആ കൊച്ചു കുടുംബം സംതൃപ്തിയോടെ നാളുകൾ തള്ളി നീക്കി. വർഷങ്ങൾ കഴിഞ്ഞു. സുമയ്യയും യാസിറും വൃദ്ധരായി. അമ്മാർ യുവത്വത്തിലേക്ക് കാലൂന്നി. ആ സമയത്താണ് തൻ്റെ രക്ഷിതാവിൻ്റെ സത്യസന്ദേശവും കൊണ്ട് ഈ ഭൂമിയിൽ സത്യവും നന്മയും പ്രചരിപ്പിക്കുവാൻ വേണ്ടി പ്രവാചക ശ്രേഷ്ഠൻ്റെ ആഗമനം. മക്ക മണലാരണ്യത്തിൽ നിന്നും ഉദിച്ചുയർന്ന ആ ദിവ്യപ്രകാശം പ്രപഞ്ചമാകെ നന്മയും പുണ്യവും നിറച്ചു. പ്രവാചക തിരുമേനിയുടെ ആ സത്യസന്ദേശത്തിലേക്കുള്ള ക്ഷണം അധികം വൈകാതെ തന്നെ അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെവികളിലെത്തി. ആ പ്രവാചകനെ നേരിൽ കാണണമെന്നും അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കണമെന്നും അമ്മാർ റളിയല്ലാഹു അൻഹു മനസ്സിൽ ഉറപ്പിച്ചു. പിന്നെ വൈകിയില്ല. ദാറുൽ അർക്കം ലക്ഷ്യമാക്കി നടന്നു. പ്രവാചക തിരുമേനിയെ കണ്ടു. ആ സത്യസന്ദേശം പ്രവാചക തിരുമേനിയുടെ നാവിലൂടെ ശ്രവിച്ചു. ഇസ്ലാം സത്യമാണെന്ന് ആ നിഷ്കളങ്ക ഹൃദയത്തിന് ബോധ്യമായി. ഒട്ടും വൈകിയില്ല. പ്രവാചക തിരുമേനിയിൽ നിന്നും ആ സത്യസന്ദേശം സ്വീകരിച്ചു. തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അവിടെ നിന്നും അമ്മാർ റളിയല്ലാഹു അൻഹു നേരെ പോയത് തൻ്റെ മാതാവായ സുമയ്യ റളിയല്ലാഹു അൻഹായുടെ അടുത്തേക്കായിരുന്നു. താൻ അനുഭവിച്ച് മനസ്സിലാക്കിയ ആ സത്യത്തെക്കുറിച്ച് തൻ്റെ മാതാവിനോട് വിശദീകരിച്ചു കൊടുത്തു. ഒരു വൈമനസ്യവും കൂടാതെ അവർ ഇസ്ലാമിനെ ആശ്ലേഷിച്ചു. യാസിർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിനെ സ്വീകരിച്ചു. ആ കുടുംബത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തോടെ ഇസ്ലാമിൻ്റെ സ്വാർത്ഥവാഹക സംഘത്തിൽ 3 നക്ഷത്രങ്ങൾ കൂടി ഉദിച്ചുയരുകയായിരുന്നു. യാസിർ റളിയല്ലാഹു അൻഹുവും കുടുംബവും ഇസ്ലാം സ്വീകരിച്ചതെറിഞ്ഞ് ഖുറൈശികൾ രോഷാകുലരായി. വിവരം മഖ്സൂം ഗോത്രക്കാരുടെ ചെവിയിലുമെത്തി. അടക്കാനാവാത്ത കോപം കൊണ്ട് അവർ ജ്വലിച്ചു. ഇസ്ലാം സ്വീകരിക്കുന്നവരെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയമായിരുന്നു അത്. അബൂ ഹുദൈഫയും സംഘവും വന്ന് സുമയ്യ റളിയല്ലാഹു അൻഹയെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തി. ഇസ്ലാമിൽ നിന്നും പുറത്തു വന്നില്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുമെന്നായിരുന്നു അവരുടെ ഭീഷണി. അബൂ ഹുദൈഫ അവർക്ക് 3 ദിവസം സമയവും കൊടുത്തു. അതിനുള്ളിൽ ഇസ്ലാമിൽ നിന്നും പുറത്തു വരണം. എന്നാൽ ആ ഭീഷണികൾക്കൊന്നും അവരെ സത്യവിശ്വാസത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. സുമയ്യ റളിയല്ലാഹു അൻഹയെയും കുടുംബത്തെയും ഇസ്ലാമിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാൻ ശത്രുക്കൾ പല അടവുകളും പ്രയോഗിച്ചു നോക്കി. എല്ലാ തന്ത്രങ്ങൾക്ക് മുമ്പിലും അവർ അചഞ്ചലരായി നിലകൊണ്ടു. അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ ഒന്നും വിലപ്പോവില്ലെന്ന് മനസ്സിലായപ്പോൾ ശത്രുക്കൾ അവർക്കെതിരെ ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടു. 3 പേരെയും ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൊണ്ടുപോയി മലർത്തിക്കിടത്തി. വസ്ത്രാക്ഷേപം ചെയ്തു. കൈകാലുകൾ ബന്ധിച്ചു. ചുട്ടുപഴുത്ത ലോഹങ്ങൾ പഴുപ്പിച്ച് അവരുടെ തുടകളിൽ പൊള്ളിച്ചു. നെഞ്ചിൽ വലിയ പാറക്കല്ലുകൾ കയറ്റിവെച്ചു.
ചാട്ടവാറുകൊണ്ടുള്ള അടികളേറ്റ് മുറിവിൽ നിന്നും രക്തം വാർന്നൊഴുകി. ഈ മർദ്ദനമുറകൾ ദിവസങ്ങളോളം തുടർന്നു. ഉച്ചസമയത്താണ് മർദ്ദനമുറകൾ അരങ്ങേറിയിരുന്നത്. മർദ്ദനങ്ങളെ സധൈര്യം നേരിട്ടുകൊണ്ടിരുന്ന അവരുടെ ചുണ്ടുകൾ അപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് കേൾക്കുമ്പോൾ അക്രമികളുടെ കോപം ഇരട്ടിച്ചു. കടുത്ത പീഡനങ്ങൾക്ക് അവർ വിധേയരായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ദൂതൻ ഒരു നാൾ അതുവഴി കടന്നുപോയത്. ആ മർദ്ദകരെ ആട്ടിയോടിക്കാനും ആ ദുർബലരെ സഹായിക്കാനും തനിക്ക് കരുത്തില്ലാതെ പോയല്ലോ എന്നോർത്ത് കരുണക്കടലായ പ്രവാചക തിരുമേനിയുടെ മനസ്സ് വേദനിച്ചു. അവരുടെ അരികിലായി അല്പം തങ്ങിയ ദൂതർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, യാസിർ കുടുംബമേ, ക്ഷമിക്കുക, നിങ്ങളെ കാത്തിരിക്കുന്നത് സ്വർഗമാകുന്നു. അസഹ്യമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ആ ദുർബലരുടെ മനസ്സ് തിരുദൂതരുടെ വാക്കുകൾ കേട്ട് ശാന്തിയടഞ്ഞു. അവർക്ക് അത് മതിയായിരുന്നു, തങ്ങൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പ്രവാചകന്റെ അലംഘനീയമായ വാഗ്ദാനം. അവർ 3 പേരും അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ അവർ തീകുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. സുമയ്യ റളിയല്ലാഹു അൻഹായെയും യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവർ ക്രൂരമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് അബൂജഹലിൻ്റെ വരവ്. പിന്നെ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുത്തു. അയാൾ അവരെ കഠിനമായ ഭാഷയിൽ ശകാരിക്കുകയും ശപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സുമയ്യ റളിയല്ലാഹു അൻഹ അയാളുടെ നേരെ തിരിഞ്ഞു നോക്കിയതേയില്ല. സുമയ്യ റളിയല്ലാഹു അൻഹയുടെ അചഞ്ചലതയാണ് അയാളെ കൂടുതൽ ഭ്രാന്ത് പിടിപ്പിച്ചത്. താൻ ഒരു അടിമപ്പെണ്ണിൻ്റെ മുൻപിൽ തോൽക്കുകയോ? അയാൾ സുമയ്യ റളിയല്ലാഹു അൻഹയെ നോക്കി ഗർജിച്ചു, നീ ഞങ്ങളുടെ ദൈവങ്ങളെ പ്രശംസിക്കുകയും മുഹമ്മദിൻ്റെ ദൈവത്തെ തള്ളിപ്പറയുകയും വേണം, ഇല്ലെങ്കിൽ മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. നേർത്ത സ്വലത്തിൽ സുമയ്യ റളിയല്ലാഹു അൻഹ മൊഴിഞ്ഞു, ഒരിക്കലുമില്ല, നിന്റെ ദുഷ്ടമുഖം കാണുന്നതിനേക്കാൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് മരണമാണ്. ക്രുദ്ധനും നിരാശനുമായ അബൂജഹൽ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാഭിക്ക് ചവിട്ടി. മൂർച്ചയുള്ള കുന്തം കൊണ്ട് സർവശക്തിയും ഉപയോഗിച്ച് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാഭിക്ക് ആഞ്ഞുകുത്തി. അവർ വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോഴും അവരുടെ നാവ് മന്ത്രിക്കുന്നുണ്ടായിരുന്നു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. അവരുടെ ശരീരം നിശ്ചലമായി. അങ്ങനെ ത്യാഗത്തിൻ്റെ തീച്ചൂളയിലൂടെ അടിപതറാതെ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാകാനുള്ള ഭാഗ്യം ഒരു അടിമപ്പെണ്ണിന് ലഭിച്ചു. അതാണ് സുമയ്യ റളിയല്ലാഹു അൻഹാക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. ലോകാവസാനം വരെയുള്ള മുസ്ലിം ഹൃദയങ്ങളിൽ ഒളിമങ്ങാത്ത താരപ്രഭയായി അവർ നിലകൊള്ളും. പ്രിയ സഹോദരിമാരെ, ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നമുക്ക് കരുത്ത് പകരട്ടെ. സർവശക്തനായ നാഥൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.